ഹലോ, മെറി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് 25th ആണ് കേട്ടോ. 25th രാവിലെ തന്നെയാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ 25th രാവിലത്തെ ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇന്ന് ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കിനി കട്ട്ലേറ്റ് ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ അപ്പം ഉണ്ടാക്കണം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ടാക്കണം. മെയിനായിട്ടുള്ളത് അവരുണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയൊരു ഇതിൽ നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ അപ്പവും കാര്യങ്ങളും ഉണ്ടാക്കാനുണ്ട്. എല്ലാം ഞാൻ ഇത് വെച്ചിട്ടാണ് ഇന്നലെ കിടന്നത് കേട്ടോ. ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു. ഇനി ഇന്നെല്ലാം ഉണ്ടാക്കണം. സമയം പോയി. ഇവിടെ ഒന്നാമത്തിൽ രാവിലെ ആവാത്തതുകൊണ്ടേ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു വെളുപ്പിനെങ്ങാണ്ട് ആയിട്ടുള്ളൂ വിചാരിച്ചുകൊണ്ട് കണ്ണൂർന്ന് നോക്കിയതാണ്. അപ്പോൾ ഉണ്ട് 7:30 മണിയായി. സമയം പോയി. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി പറക്കി എടുത്ത് വെക്കണം. 10 മണിയാകുമ്പോഴേക്കും പോവുകയും വേണം. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാനൊരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലം കേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് കൊടുക്കാം, പകുതി അവിടെ കൊണ്ടുപോകാമെന്ന് വെച്ചുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 2 പേരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, എന്നെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ പോയിട്ട് പിന്നെ എനിക്ക് കുക്ക് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് ആകെ 2 മണിക്കൂറുള്ള അതിനുള്ള എല്ലാം സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇത് കേക്ക് ഞാൻ ഓൾറെഡി നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതൊരു റോളർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിതിന് മുമ്പ് വന്നപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ റോളർ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ചിക്കൻ കറിയാണ്. പിന്നെ സാലഡ്, ഇതിൻ്റെ ഉള്ളിൽ അപ്പമുണ്ട്, പിന്നെ അതേ കട്ട്ലേറ്റുണ്ട്. അപ്പോൾ നമ്മളിത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ചിക്കൻ കറിയും കരുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഈ സാലഡും. ഇങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചേക്കണത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ വേഗം റെഡിയാക്കിയിട്ട് ഇനി വേഗം പോയി ഡ്രസ്സ് മാറട്ടെ. 11 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണം. ഇപ്പോൾ സമയത്ത് 10:45, 15 മിനിറ്റിനുള്ളിൽ വേഗം ഡ്രസ്സ് മാറി വേഗം പോട്ടെ. അപ്പോൾ ഇനി വണ്ടി കയറിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട കുറച്ച് ദൂരമുണ്ട് അവരുടെ പോകാനായിട്ട്. ഒരു 10-25 മിനിറ്റോളം പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഡ്യൂട്ടിയും കൂടി ഉണ്ട് വൈകുന്നേരം. അതാണ് നമ്മൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വേഗം പോലും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ട് പിള്ളേർ കളി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പിന്നെ പൊതുവേ എന്ന് വെച്ചാൽ നമുക്ക് വിൻ്റർ ആകുമ്പോൾ പുറത്തേക്ക് പോക്കുക കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് തന്നെ കണ്ടോ, അവർക്കൊരു റൂം ഫുള്ള് ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാനുള്ള കാര്യങ്ങളായി കൊടുക്കരുതേ. പിന്നെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീടാണെങ്കിൽ പണിതുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുൾ പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞു, നീ ഇത്രയും കാര്യങ്ങൾ എടുത്തോ, ബാക്കിയൊക്കെ നമുക്ക് ഫുൾ പണി കഴിഞ്ഞിട്ട് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, കുട്ടി സാധനങ്ങൾ അവർ വെച്ചൊക്കെയാണ് ക്രിസ്മസിന്. പിന്നെ അവർ ഓൾറെഡി ടേബിളൊക്കെ സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കിപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ വിസിറ്റിംഗ് റൂമും പിന്നെ ഒരു ബെഡ്റൂമും കിച്ചണും പിള്ളേർ ഇത്രയും ഭാഗം മാത്രമേ പണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരങ്ങനെ അത്രയും ഭാഗം മാത്രം ഇത് ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നത് നമുക്കിത് ഡക്കാണ് കേട്ടോ. ഡക്കും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള സൂപ്പ്, പിന്നെ ഇതെന്തോ അങ്ങനെ മുട്ട അങ്ങനത്തെ എന്തോ സംഭവം, പിന്നെ നമ്മൾ കൊണ്ടുപോയി ഫുഡ് കിട്ടും. അപ്പോൾ അങ്ങനെ ഇത്രയും കൂട്ടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കഴിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ വേഗം കഴിച്ച് തന്നെ നമ്മൾ വേഗം പോകുന്നു, നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ. പിന്നെ അവരൊന്നും വീഡിയോയിൽ വന്നില്ല. അവർ നമുക്ക് പിന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് വന്നില്ല. അപ്പോൾ അവർ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണതുകൊണ്ട് തന്നെ അവരത്ര ഒരുങ്ങിയിട്ടില്ലാതൊന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ വീഡിയോയിലൊന്നും വന്നില്ല കേട്ടോ. അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നില്ല. ഇവർക്ക് പിന്നെ അങ്ങനെ അധികം വരാൻ താല്പര്യമില്ലാത്തവരായിരിക്കും അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.